വെൽക്കം ടു രജാസ്. നമ്മുടെ ഇതുപെട്ട വീഡിയോ കേട്ടോ. എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻ, അത് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്ന മോഡലാണ്. ഞങ്ങളിതിപ്പോൾ പിടിച്ച് നിവർത്തിയതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ആ ഒരു കെട്ടി വരുന്ന അതേ രീതി തന്നെ ഈ ഒരു ഐറ്റം വരുന്നത്. അത്യാവശ്യം കുറച്ചുകൂടെ വലിച്ചു കഴിഞ്ഞാൽ ശക്കരം കൂടെ ലെങ്ത് കിട്ടും. അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനും കളേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫസ്റ്റ് കളർ തന്നെ നല്ല അടിപൊളി കളറാണ്, നല്ലൊരു പേർപ്പിൾ മിക്സ്ഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ ഭയങ്കര അടിപൊളിയാട്ടോ. നിങ്ങളിൽ വൈറ്റ് ടോപ്പോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പോലെ യെല്ലോ, ബ്ലൂ, ഗ്രീന് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സിൻ്റെ കൂടെ ഇത് മാച്ചായി പൊക്കോളും. നല്ല കളറല്ലേ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്പർ കൊടുത്തേക്കാം. എല്ലാത്തിനും റേറ്റ് 390 ഉള്ളൂ, 390. ഇത്തിരി ഡിമാൻഡുള്ള ഐറ്റം ആയതുകൊണ്ട് ഞാൻ പിന്നെയും കളേഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫുൾ കംപ്ലീറ്റ് നമ്മൾ കാണിച്ച ദിവസത്തിനെല്ലാം തീർന്നായിരുന്നു. നല്ല ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇത് ഈ കോമ്പിനേഷനൂടെ നല്ലതല്ലേ. യെല്ലോ ഭയങ്കര രസമാണ് ഗ്രീൻ്റെ കൂടെ. അല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഗ്രീൻ മാച്ച് ആയി പൊക്കോളും. നല്ല ഡാർക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ നമ്മളിപ്പോൾ അഴിച്ചതേ ഉള്ളൂ. ആ കെട്ടൊക്കെ അതേ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അതങ്ങ് അഴിച്ചെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത്. റേറ്റ് സെയിം ആണ്, 390. അടുത്ത വരുന്നത് ഇതൊരു ബ്ലൂ അല്ല കേട്ടോ, നമ്മുടെ ഒരു വയലറ്റ് മിക്സഡ് കളർ ഇല്ലേ, അതാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഞാനിപ്പോൾ യെല്ലോ ഇട്ടേക്കുന്നുണ്ട്. ഒരുപാട് ഷെയ്ഡ്സ് ആ ഒരു യെല്ലോ ആയിട്ട് എന്തായാലും എല്ലാ കളറും തന്നെ മാച്ചായി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഇടാം. പിന്നെ മെയിനായിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടാട്ടോ. ഇത് ശക്കരം സ്റ്റാർച്ച് മുക്കിയാണ് വന്നേക്കുന്നത്. നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശക്കരം സ്റ്റാർച്ച് മുക്കിയെടുക്കാം. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് വാഷ് ചെയ്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കോട്ടൺ പോലത്തെ ഫാബ്രിക് ടച്ച് ചെയ്യുമ്പോഴേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജസ്റ്റ് സെപ്പറേറ്റ് ഒരു ശക്കലം എടുത്ത് വാഷ് ചെയ്ത് നോക്കി, എന്തെങ്കിലും ഒന്ന് കണ്ട, അല്ലെങ്കിൽ സെപ്പറേറ്റ് വാഷ് ചെയ്തെടുത്താൽ മതി. കളർ കാർഡ് മുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി. ഇതൊക്കെ എന്തിനാണ് വാഷ് ചെയ്യുന്നത്, വലിയ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദുപ്പട്ട അല്ലേ, വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സ്റ്റാർച്ച് മുക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. നല്ല കളറാണ് കേട്ടോ. ഇതൊരു നോർമൽ ബ്ലൂ അല്ല കേട്ടോ, വയലറ്റ് മിക്സഡ് ടോണാണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 390. അടുത്ത ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാട്ടോ. ഞാൻ ഇട്ടേക്കുന്ന കളറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ടോണാണ്, ഒരു ശക്കലും കൂടെ. ഇതൊരു ലൈറ്റ് യെല്ലോ ആണ്. ഇത് കുറച്ചുകൂടെ ഒരു ഓറഞ്ച് മിക്സഡ് യെല്ലോ. ഇതിൻ്റെ കൂടെ പിടിക്കുമ്പോൾ കേട്ടോ, അല്ലാതെ നോക്കുമ്പോൾ യെല്ലോ എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. അതും സെയിം തന്നെ ഡിസൈനാണ് പോയിരിക്കുന്നത്. യെല്ലോയുടെ കൂടെയും ഒരുപാട് ഷെയ്ഡ്സ് മാച്ച് ആവും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബ്ലാക്കിനൂടെ ഓഫ് കോഴ്സ് നല്ല രസമായിരിക്കും. പിന്നെ എല്ലാ ഡാർക്കർ ഷെയ്ഡിൻ്റെ കൂടെ യെല്ലോ നന്നായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ്, നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് ഷെയ്ഡ് വേണേൽ എടുത്താലും മാറ്റിമറിച്ച് ഇടാൻ പറ്റും. വലിയ റേറ്റും ഇല്ല. നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. റേറ്റ് 390.